ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാം. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ബട്ട് S&P 500 ആൻഡ് നാസ്ഡാക്ക് ക്ലോസിംഗ് എന്ന് പറയുന്നത് ലേശം നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ബട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്നലത്തെ ബുള്ളിഷ്നെസ്സിന് ശേഷം സ്ലൈറ്റ്ലി എന്താ പറയുക ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 97 പോയിന്റ്സ് അപ്പാണ്. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി 50 to 60 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് കണ്ടിന്യൂസ്ലി ജാപ്പനീസ് മാർക്കറ്റ്സ് ബുള്ളിഷ് മോഡലിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് ഹാങ്സം തായ്വാൻ വെയിറ്റഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ടു ബുള്ളിഷ് എന്നുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും 93 പോയിന്റ്സിൻ്റെ അപ്സൈഡിൽ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പറയേണ്ടത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. ടെലിഗ്രാം ചാനൽ ടെക്നിക്കൽ റീസൺസ് കൊണ്ട് ഡിലീറ്റ് ആയി പോയിരുന്നു. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുവരേക്കും പുതിയ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ് എന്നാണ് പേരിട്ടേക്കുന്നത്. മോസ്റ്റ്ലി 59 മെമ്പേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. പഴയ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ തിരിച്ച് പുതിയ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കായാലും മാർക്കറ്റിൽ കുറച്ചും കൂടെ നോളജ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായാലും ഇതൊരു ഹെൽപ്ഫുൾ ഗ്രൂപ്പ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. സോ എല്ലാവരും നമ്മുടെ ഈ പുതിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഓക്കെ, സോ നമുക്ക് ബാക്ക് ടു നിഫ്റ്റി ചാർട്ട്. ഇപ്പോൾ നിഫ്റ്റിയിലെ ഓവറോൾ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിഫ്റ്റി ഓവറോൾ ചാർട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ടോട്ടൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒരു ഗ്യാപ്പ് അപ്പ്, അതായത് ആ US ട്രേഡിങ്ങിന് ശേഷമുള്ള ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ആൻഡ് 26,350 റേഞ്ചാണ് മാർക്കറ്റിൽ പ്രോപ്പർ സപ്ലൈ സോണ്. ആൻഡ് നിലവിൽ 25,930 റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനെയും കാട്ടി അപ്സൈഡ് മൊമെന്റത്തിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ മാർക്കറ്റ് സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ്ലി റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് കൈൻഡ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഹയർ വ്യൂ പറയുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ കാര്യത്തിൽ പോസിറ്റീവ് തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ 15 മിനിറ്റ് ചാർട്ട് ഞാൻ എടുത്ത് കാണിക്കാം. 15 മിനിറ്റ് ചാർട്ടിൽ മാർക്കറ്റ് നടത്തുന്ന അറ്റംപ്റ്റ് നിങ്ങളൊന്ന് ഒരു ഓവറോൾ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് മൊമെന്റത്തിനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ നോക്കിയേ, മാർക്കറ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? മാർക്കറ്റ് ഓരോ തവണയും സ്ട്രക്ചറലി നോക്കുന്നത് അപ്സൈഡ് പോകാനാണ്. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഒരു മൈനർ സെൽ ഓഫ്, ഈ US ഇന്ത്യ ട്രേഡ് ഡീലിന് ശേഷമുള്ള സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നു. ആൻഡ് വീണ്ടും സ്ട്രക്ചറലി അപ്സൈഡ് പോകാനുള്ള അറ്റംപ്റ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്തൊക്കെയാണ് ഒരു ഇൻട്രാഡേ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞുതരാം. ആൻഡ് ഈ ഒരു ഹൈ മാർക്കറ്റ് 25,980 എന്നുള്ള ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം. അതായത് ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുക എന്നുള്ള കാര്യം നോക്കണം. ആൻഡ് ഒരു മൈനർ ലെവലിൽ ഇതെല്ലാം ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 25,900 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തിടാം. ആൻഡ് ഈ ഏരിയാസ് 25,789 to 800 ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ഇൻട്രാഡേ ലെവലിൽ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഗ്യാപ്പ് പോകുന്ന സോൺ 25,699. അപ്പോൾ ഇതാണ് ഇൻട്രാഡേ ലെവൽസിൽ നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി പോസിബിലിറ്റി, ഇനി മാർക്കറ്റിൽ സ്ട്രക്ചറലി ഉള്ള സാധ്യത എന്ന് പറയുന്നത് 25,980 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,126 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്ട്രക്ചറലി ഇങ്ങനെ ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആയിരിക്കും ഞാൻ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും മാർക്കറ്റിൻ്റെ ഗതിവിധികൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ പരീക്ഷിക്കാം അല്ലെങ്കിൽ നോക്കാം. ഇതിലെന്തെങ്കിലും ലെവൽസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണല്ലോ സിമിലർ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. അതിൻ്റെ ഞാൻ ഇന്നലത്തെ ലെവൽസിൽ മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് നോക്കാം ഈ ഒരു ഏരിയാസിലൊക്കെ മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആൻഡ് ഈ ഒരു 60,300 റേഞ്ച് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 60,380 റേഞ്ച്, 300 അല്ല 380 റേഞ്ച്. ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും മേ ബി ഒരു അപ്സൈഡ് റിയാക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾ ടൈം ഹൈ, ഈ ഒരു ഹൈക്ക് മുകളിലായിരിക്കും ഇനി ഒരു പുതിയ മൂവ്മെൻറ്റ്സിൻ്റെ സാധ്യത. 60,890 അല്ലെങ്കിൽ 870 റേഞ്ചിന് മുകളിൽ മാർക്കറ്റിൽ മേ ബി ബാങ്ക് നിഫ്റ്റിയിലും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ബെറ്റർ ഡിമാൻഡ് ഏരിയാസിലൊന്ന് 59,700 ആണ്. മേ ബി ഈ ഒരു ഏരിയാസിലേക്കും എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും റിസൾട്ടുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് റിസൾട്ടുകളുണ്ട്. മഹീന്ദ്ര LG ഇലക്ട്രോണിക്സ് ആൻഡ് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്
അശോക് ലേലാൻഡ്, ആരെ ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ, ദമാഗി മീഡിയ ലാബ്സ്, അമരരാജ എനർജി, ആസ്ട്രാസെനിക്ക ഫാർമ, അവന്തി ഫീഡ്സ്, കെയർ ഐറ്റംസ്, കരാറോ ഇന്ത്യ, ഡ്യൂസ് ലബോറട്ടറീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഇന്റർനാഷണൽ ജിമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മാക്സ് ഫിനാൻഷ്യൽ സർവീസ്, പതഞ്ജലി ഫുഡ്സ് എന്നിവയുടെ റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് യാത്ര ഓൺലൈൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ടൈറ്റൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റിസൾട്ട്. മോസ്റ്റ്ലി 60% വർധനവ് പ്രോഫിറ്റിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 1047 കോടിയായിരുന്ന പ്രോഫിറ്റ് 1684 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അതും പോസിറ്റീവായിട്ടുള്ള കാര്യം. റവന്യൂവിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിനും നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. 34% ഗ്രോത്ത് അവിടെ റവന്യൂ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ആൻഡ് ഐഷ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതും 1170 കോടിയിൽ നിന്ന് 1420 കോടി, മോസ്റ്റ്ലി 21% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 820 കോടിയിൽ നിന്നും 1036 കോടിയിലേക്ക്. ഓയിൽ ഇന്ത്യയുടെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. ഓയിൽ ഇന്ത്യയുടെ മീൻസ് 1339 ക്രോസിൽ നിന്നും 1195, മോസ്റ്റ്ലി 10% ഡൗൺ സൈഡ് ഓയിൽ ഇന്ത്യയുടെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡിക്ലൈനും ഉണ്ട്, റവന്യൂ ഡിക്ലൈനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ജുബിലൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ, ജുബിലൻറ്റ് ഫുഡ് വർക്കേഴ്സിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കർണാടക ബാങ്കിൻ്റെ പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഡിപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ഗ്രോസ് NPA ഫോൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതും ന്യൂസുണ്ട്. HEG എന്ന് പറയുന്ന കമ്പനി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് മീഡിയം ടേമിന് വേണ്ടിയിട്ട്. പ്രോഫിറ്റ് സൂം ചെയ്തിട്ടുണ്ട്, റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഡ്രോപ്സ്, EIH ലിമിറ്റിൻ്റെ പ്രോഫിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് പോസിറ്റീവ്ലി ഒക്കെ വന്ന് കയറിയിട്ടുണ്ട്. സോ അത് നോക്കാം. ലാൻഡ്മാർക്ക് കാർസിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടെന്നുള്ള കാര്യം എടുത്തിട്ടുണ്ട്. ഗുജറാത്ത് പോർട്ട്, ഗുജറാത്ത് പോർട്ടിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ സോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസുണ്ട്. അതിൻ്റെ BHEL പ്രൊമോട്ടറായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോസ്റ്റ്ലി 10.44 ഇക്വിറ്റി ഷെയർസ് സെല് ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂസ് വരുന്നിട്ടുണ്ട്. അതൊരു ഓവർ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ്റെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അതൊരു ന്യൂസായിട്ട് നിലവിലുണ്ട്. ഓക്കെ, പിന്നെ ഭാരത് കോളിൻ്റെ ഭാഗമായിട്ട്, ഭാരത് കോൾ കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും പോസിറ്റീവ് ന്യൂസായിട്ട് കമ്പനിയിൽ ഒരു ന്യൂസ് ബേസ്ഡ് കമ്പനിയായിട്ട് വരുന്നുണ്ട്. ഒരു ഓർഡർ വാല്യൂ മോസ്റ്റ്ലി 2500 കോടി രൂപയുടെ ഒരു ഓർഡർ വാല്യൂ ഉള്ള ഒരു ന്യൂസും പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ന്യൂസുണ്ട്. 70,000-ഓളം യോധ ആൻഡ് അൾട്രാ T7 വെഹിക്കിൾസ് ഇന്തോനേഷ്യയിലേക്ക് കയറ്റി വിടാനായിട്ടുള്ളൊരു വലിയ ഓർഡർ TMCBക്ക് വന്നിട്ടുണ്ട്. സോ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും റൂറൽ ലോജിസ്റ്റിക്സിനും വേണ്ടിയിട്ടാണ് ഇന്തോനേഷ്യ അത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ന്യൂസുണ്ട്. ഒരു വലിയ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, സെക്യൂർ ചെയ്തിരിക്കുന്നത്. 70,000-ഓളം വെഹിക്കിൾസ്, വണ്ടികളാണ് ഇന്തോനേഷ്യയിലേക്ക് ഉള്ള ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കയറ്റി വിടാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോസിറ്റീവ് ന്യൂസസ് നിലവിൽ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് ട്രിഗേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് പേഷ്യൻസ് മാത്രം മതി. മാർക്കറ്റിന് എപ്പം വേണമെങ്കിലും നല്ലൊരു ട്രിഗർ കിട്ടാം. ഒരു അപ്സൈഡ് മൊമെൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കമ്പനികളിൽ ഇന്ന് HEG തന്നെയായിരിക്കും കേട്ടോ. HEG ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. HEG തൽക്കാലം ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കാര്യം അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. കമ്പനിക്ക് ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പുതിയ സോണിലേക്ക്, ഒരു പുതിയ ടെറിട്ടറിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ശ്രമം നടക്കും. കുറച്ചധികം കാലമായിട്ട് ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഏരിയയ്ക്ക് 650 റേഞ്ചിന് മുകളിലാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് HEGയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ വളരെ ക്ലോസ്ലി ഞാൻ HEG വാച്ച് ചെയ്യും. ബാക്കി സ്റ്റോക്സിൻ്റെ കേസ് ഞാൻ എന്നാലും ഇന്നത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അത്യാവശ്യം നല്ല കമ്പനികൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം ഹോൾഡ് ഓൺ ചെയ്യുക. ആൻഡ് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റോക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു.